ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നല്ലൊരു മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മഷ്റൂമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതിൻ്റെ പുറത്തെ തൊലി നമ്മൾ ആ നെറ്റൊന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് അതിങ്ങനെ പൊളിഞ്ഞു പോരും. അതിന് പുറം ഭാഗം നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നെറ്റീമയും കുറച്ച് പുറം തൊലി ഉണ്ടായിരിക്കും. അതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാ മഷ്റൂമും ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ഒരു ഇതൊക്കെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കഴുകുമ്പോൾ അധികം അമർത്തി കഴുകരുത്, കാരണം അത് ഭയങ്കര സോഫ്റ്റാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചിലർ വേറെ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് എന്നിട്ട് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു മണം അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 2 അല്ലി ചുവന്നുള്ളിയും കൂടി അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള മുഴുവനായിട്ട് അരിഞ്ഞത് നന്നായി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഇതിൽ സാധാരണ മുളക് പൊടിയാണ് ഒരു 1.25 ടേബിൾ സ്പൂണും, മല്ലിപ്പൊടി എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണും, ഗരം മസാല 1/2 ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു ചെറിയൊരു കറുകപ്പട്ട, അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടിയ അടിപൊളിയായിരിക്കും. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ സാധാരണ നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ തക്കാളിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കൂണും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. ഇനി ആ കൂൺ അതിൽ കിടന്ന് വെന്ത് വരണം. അപ്പോൾ അത് വേവാനായിട്ട് നമ്മളെല്ലാത്തിനും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് തൊട്ട് ഒരു 3/4 ഗ്ലാസ് വരെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിലും എന്ത് കറി വയ്ക്കുകയാണെങ്കിലും പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ചൂടുവെള്ളമാണ് നിങ്ങളിവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മൂടി ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. നന്നായി വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കൂണിവിടെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ല്, പാത്രം തുടക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടിയും അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇതൊരു ഓപ്ഷണലാണ്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് ചെറുതായി കരിഞ്ഞ് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിന് കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിക്ക് വേണമെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ആ ഒരു മഷ്റൂം മസാലയും കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ട അപ്പം കൂടിയാണ് കേട്ടോ. അതൊന്നുമില്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ മഷ്റൂമിൻ്റെ മസാലയാണ് എടുക്കുന്നത്. അപ്പോൾ ആ മസാല എടുത്ത മഷ്റൂമിൻ്റെ ചെറിയ പീസസും ആ ചോറിലേക്കൊക്കെ ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ആ മുട്ടയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതും കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഞരടി നന്നായി എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.